ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് ഒന്ന് മടിയാണ്, പിന്നെ നേരവും കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു മേക്കപ്പ് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എൻ്റെ കണ്ണൊക്കെ കണ്ടില്ല, ആകെ ഫുൾ ഡാർക്ക് സർക്കിൾസാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് മൈഗ്രെയിൻ, ഇയർ ബാലൻസ് ഒക്കെ ആയിട്ട് ഉറക്കം ശരിയാവാണ്ട് ആകെ ഡള്ളായിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, എൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് പോൺസിന്. പിന്നെ ലാക്ടോ കലാമിൻ്റെ എൻ്റെ ഫേസിന് മാച്ച് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ അത് തന്നെയാണ് കേട്ടോ. ഞാനതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. എൻ്റെ സൺസ്ക്രീനും ലാക്ടോ കലാമിൻ്റെയാണ് ഞാൻ പേഴ്സണലി എല്ലാവർക്കും റെഫറൻസ് ചെയ്യുന്നതും. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. കാരണം സാധാരണ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ വിശർത്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യാറ്, ചിലവർക്ക് പിമ്പിൾസൊക്കെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കിതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ സ്മെല്ലും എനിക്കിഷ്ടമാണ്. പൊതുവേ ലാക്ടോ കലാമിൻ നമ്മൾ അലർജിക്കൊക്കെ ബെസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ തീരെ വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. വെയിൽ കൊള്ളുമ്പോഴേക്കും എനിക്ക് എന്തോ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊള്ളാണ് കേട്ടോ, നന്നായിട്ട്. പിന്നെ എനിക്ക് മൈഗ്രെയിനും വരുന്നത് കൊണ്ട് തീരെ ഇപ്പോൾ എനിക്ക് വെയിൽ തന്നെ കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ ഫൗണ്ടേഷൻ പൊതുവെ ഇതിപ്പോൾ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു ഷോപ്പിനെ മേടിച്ചതാണ്, മില്ലാപ്പ് എന്നാണ് പേര് വരുന്നത്. ഇതിനാകെ 200 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷേ എന്തോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ സ്കിന്നിന് നല്ല മാച്ച് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. മാത്രമല്ല വിശർത്ത് കഴിഞ്ഞാൽ ഇത് ഒലിക്കുകയോ അല്ലെങ്കിൽ അത് ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യാനില്ല. അത്രയും നല്ല കറക്റ്റായിട്ടുള്ള മാച്ചായിട്ട് അബ്സോർബ് ആവുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ അല്ലേ, അപ്പോൾ ഇത്തിരി ആഡംബരമാവാമെന്ന് കരുതി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പൊതുവേ കൈക്കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. എനിക്ക് ബ്ലെൻഡർ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്തോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ആവാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, 2 ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക. ഈ 2 എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആണ്. അതെൻ്റെ ഐബ്രോ എത്ര ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പതിവ് പോലെ തന്നെ ഐബ്രോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് നോർമലായിട്ടുള്ള പെൻസിൽ കൊണ്ട് തന്നെയാണ്, ഐബ്രോ പെൻസിൽ കൊണ്ട് തന്നെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഐലൈനർ എഴുതുന്നും ഐ ഷാഡോ ചെയ്ത് കൊടുത്തതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിരുന്നത്. അതായത് പക്ഷേ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ഇടയിൽ കൂടെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഐലാഷ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മാർസിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മേക്കപ്പിൽ എനിക്ക് മറ്റൊരു ഇഷ്ടപ്പെട്ട കാര്യം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അതിന് ആദ്യം തന്നെ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ലിപ്പ് ലൈനർ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഞാൻ ലിപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചും കൂടെ ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം നല്ലൊരു ഷേപ്പും കിട്ടും, നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഡാസ്ലറുടെ ആണ്. അപ്പോൾ പൊതുവേ ഞാൻ ന്യൂഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ട് ഇങ്ങനത്തെ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ അത്യാവശ്യം എല്ലാ ഷെയ്ഡും യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ഓരോ ഫിറ്റിനനുസരിച്ച് ഞാനിങ്ങനെ ഓരോരോ ഷെയ്ഡ് കൊടുക്കും. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്, ഞാൻ ഇന്നലെ ഈ ഫോട്ടോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ഔട്ട്ഫിറ്റ് മേടിച്ചതെന്നുള്ളത്. ഞാൻ അവിടെ ബ്ലാക്ക് ബോഡിക്കോൺ ഡ്രസ്സും അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ വൈറ്റ് ഷ്രഗാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഷ്രഗാണ്. ഒരു 400 സംതിങ് ആണ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ളൊരു തന്നെയായിരുന്നു. പിന്നെ ഞാനിവിടെ ഓപ്പൺ ഹെയർ ആണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റിനൊക്കെ ഓപ്പൺ ഹെയർ ചെയ്യുന്നതാണ് ഇങ്ങനെ ഇഷ്ടം. ജസ്റ്റ് ഞാനൊരു ഇത് ഉപയോഗിച്ച് ക്ലിപ്പ് യൂസ് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തോന്നത്തെ ഔട്ട്ഫിറ്റും മേക്കപ്പൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ഫോട്ടോ ഇട്ടപ്പോഴും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു നല്ല ഭംഗിയുണ്ട് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. എൻ്റെ ഫൈനൽ ലുക്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.